ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് നുറുക്കുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അധിക ടൈമൊന്നും ഞാനിത് വറുത്തെടുക്കുന്നില്ല. ഈ റവയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉഴുന്നൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും ബീൻസും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ അതൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇവിടെ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ച ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് സ്റ്റൗ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ തുറന്ന് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്മാവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.